ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ പാറ്റ്നയിൽ നിന്നും ഈ കർത്തൃ ദിവസത്തിൽ സ്നേഹവന്ദനങ്ങൾ ആമുഖമായി അറിയിക്കുന്നു. കഴിഞ്ഞൊരാഴ്ചക്കാലം വലിയവനായ ദൈവം നമ്മെ പരിപാലിച്ചതിനായി നമുക്കൊരുമിച്ച് ദൈവത്തെ സ്തുതിക്കാം. ഇന്നത്തെ ദിവസം നാം കർത്താവിനെ ആരാധിക്കാനായി ഒരുമിച്ച് കൂടുമ്പോൾ ഈ കേൾക്കുന്ന വചനം നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ ഉണ്മയായി സ്നേഹിക്കുവാനും ആരാധിക്കുവാനും ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാരംഭമായി ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 20-21 വാക്യങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു, അവിടെ നിന്ന് കർത്താവായി യേശുക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയിലെ വിശ്വാസികൾക്ക് ലേഖനം എഴുതിയപ്പോൾ അവരോട് പറയുകയാണ്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. ഇന്ന് നാം ആരാധിക്കാനായിട്ട് കടന്നു പോകുമ്പോൾ നാം ആരാണ്, നമ്മുടെ പൗരത്വം എവിടെയാണ് എന്നൊരു ബോധ്യതയുണ്ടെങ്കിൽ നമ്മുടെ ആരാധനയ്ക്ക് മാറ്റം വരുവാനായിട്ടിടയായിത്തീരും. ഒരു അമേരിക്കൻ പൗരത്വമുള്ള വ്യക്തി ലോകത്തിൻ്റെ ഏതു ഭാഗത്ത് പോയാലും താൻ തലയുയർത്തി നിന്നാണ് തൻ്റെ പ്രവൃത്തികൾ ചെയ്യുന്നത്, മറ്റുള്ളവരോട് സംസാരിക്കുന്നത്. തനിക്ക് ബോധ്യമുള്ളതായ ഒരു കാര്യം, ഞാൻ അമേരിക്കൻ പൗരത്വമുള്ളവരാണ്. അമേരിക്കൻ പൗരത്വം എന്ന് പറഞ്ഞാൽ നാം വചനത്തിൽ വായിക്കുന്ന പോലെ യേശു കർത്താവിൻ്റെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ പൗലോസിൻ്റെ കാലഘട്ടത്തിൽ റോമാ പൗരത്വം എന്ന് പറഞ്ഞാൽ വളരെ ശ്രേഷ്ഠമായ പൗരത്വമായിരുന്നു. ആ രാജ്യത്തിൻ്റെ പൗരത്വം പ്രാപിക്കുവാൻ ജനനം കൊണ്ട് ചിലർക്ക് ലഭിക്കും, മറ്റു ചിലർ ധാരാളം പണം കൊടുത്ത് ആ പൗരത്വം സ്വന്തമാക്കിയിരുന്നു. റോമൻ പൗരൻ എന്ന് പറഞ്ഞാൽ എവിടെ പോയാലും അവനെ ആദരിക്കും, അവന് സമ്മാനങ്ങൾ ലഭിക്കും, അവന് മാനം ലഭിക്കും. ഈ വിധത്തിലുള്ള പൗരത്വമായിരുന്നു റോമൻ പൗരത്വം. അതുപോലെ തന്നെയാണ് ഇന്ന് ഈ കാലഘട്ടത്തിൽ അമേരിക്കൻ പൗരത്വം എന്നുള്ളത്. അമേരിക്കൻ പൗരത്വം പ്രാപിക്കുവാൻ ധാരാളം കഷ്ടപ്പെടുന്നവരുണ്ട്. ഇന്ത്യക്കാരൊക്കെ അതിനുവേണ്ടി എത്രയോ കഷ്ടപ്പെട്ട് അവിടെ ജീവിക്കുന്നുണ്ട്. എന്നാൽ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച വലിയവനായ ദൈവം സ്വർഗത്തിൻ്റെ പൗരത്വമാണ് നമുക്ക് നൽകിയിരിക്കുന്നത്. അത് അമേരിക്കൻ പൗരത്വത്തെക്കാൾ റോമൻ പൗരത്വത്തെക്കാൾ വളരെ വിലയേറിയതാണ് എന്ന് ഓരോ വിശ്വാസിക്കും അറിയാം. എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, നാം സ്വർഗത്തിൻ്റെ പൗരന്മാരാണ്. ഈ ഒരു ബോധ്യത ഇന്ന് കർത്താവിനെ ആരാധിക്കുമ്പോൾ നമ്മുടെ ഹൃദയങ്ങൾ ഉണ്ടാകുവാൻ വലിയവനായ ദൈവം സഹായിക്കട്ടെ. എന്നിട്ട് പറയുന്നു, അവിടെ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അപ്പോൾ നമ്മളുടെ സ്വന്തം സ്ഥലം ഈ ഭൂമിയല്ല, താൽക്കാലികമായ ഒരു ജീവിതം മാത്രമാണ്. നമ്മുടെ ശരീരം പൊടി കൊണ്ട് ഉണ്ടാക്കിയതാണ്, പൊടിയിലേക്ക് പോകും. നിത്യമായി സ്വർഗത്തിൽ വസിക്കുവാൻ നാം പോവുകയാണത് മാത്രമല്ല, കർത്താവ് വന്ന് നമ്മെ കൂട്ടിക്കൊണ്ടു പോകും. അതാണ് നമ്മുടെ പ്രത്യാശാ വിഷയം. ഇന്ന് നാം ഭൂമിയിൽ പരിമിതമായ സ്ഥലങ്ങളിൽ നിന്ന് ആരാധിക്കുകയാണ്, വളരെ ചുരുങ്ങിയ പേർ ആരാധിക്കുന്നെങ്കിൽ പരിമിതിയില്ലാത്ത ആ നിത്യമായ ആരാധന, കോടാനുകോടി വിശുദ്ധന്മാരോടുകൂടിയുള്ള ആരാധന, അതാണ് നമ്മുടെ പ്രത്യാശാ വിഷയം. 21-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, അവൻ സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന കർത്താവിൻ്റെ ആ ശക്തിയെപ്പറ്റി, അപാര ശക്തിയെപ്പറ്റി പറയുകയാണ്. ഹീസ് ഓംനിപൊട്ടന്റ്, സർവശക്തനാണ്. തൻ്റെ സർവശക്തിയെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത്. സകലവും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള നമ്മുടെ ശരീരത്തെ പറ്റി പറയുന്നത് താഴ്ചയുള്ള ശരീരമാണ്. എത്ര മനോഹരമായിട്ട് നാം സുന്ദരമായിട്ട് നമ്മുടെ ശരീരത്തെ സൂക്ഷിച്ചാലും ചില വ്യക്തികളുടെ ശരീരം കണ്ട് വളരെ
പുകഴ്ത്തി പറയാറുണ്ട് ചില ഫിലിം സ്റ്റാറിന്റെയൊക്കെ എത്ര മനോഹരമായ ശരീരം. എന്നാൽ വേദപുസ്തകം പറയുന്ന ഈ ശരീരങ്ങളൊക്കെയും താഴ്ചയുള്ള ശരീരമാണെന്നാൽ നമുക്ക് ലഭിക്കുവാൻ പോകുന്ന ശരീരം എന്ന് പറഞ്ഞാൽ തന്റെ മഹത്വമുള്ള ശരീരത്തോട്, യേശുക്രിസ്തുവിന്റെ ശരീരം മഹത്വീകരിക്കപ്പെട്ട ശരീരമാണ്, ആ ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടും. എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മുടെ പ്രത്യാശാ വിഷയം. ഇന്ന് നാം കർത്താവിനെ ആരാധിക്കുമ്പോൾ ഈ ബോധ്യത നമ്മുടെ ഹൃദയങ്ങൾ വരുവാനായിട്ടിടയാകട്ടെ. ഞാൻ സ്വർഗത്തിന്റെ പൗരനാണ്, അതുമാത്രമല്ല കർത്താവിനെ കൂട്ടിക്കൊണ്ടുപോകുവാനായിട്ട് വരുന്നു. എന്റെ താഴ്ചയുള്ള ശരീരം ഈ ഭൂമിയിൽ ജീവിക്കുവാനുള്ളതാണെന്നാൽ ഈ ശരീരം വിട്ട് കർത്താവിന്റെ ശരീരത്തോട്, മഹത്വീകരിക്കപ്പെട്ട ശരീരത്തോട് അനുരൂപരാകാൻ പോകുന്നു. ആ ബോധ്യതയോടുകൂടി നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ, നമുക്ക് വേണ്ടി ജീവൻ നൽകിയ കർത്താവിനെ, നമുക്ക് വേണ്ടി രക്തമൊഴുക്കിയ കർത്താവിനെ, ഇന്ന് പിതാവിന്റെ വലത്തുഭാഗത്ത് അധികാരത്തിന്റെ സ്ഥാനത്തിരിക്കുന്ന, സകല നാമത്തിലും ശ്രേഷ്ഠമായ നാമം ധരിച്ച ആ കർത്താവിനെ നമുക്ക് സ്തുതിക്കാം, നമുക്ക് ആരാധിക്കാം. അവന്റെ വിലയേറിയ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സ്വർഗീയ പിതാവേ, ഇങ്ങനെ ഒരു അവസരം ഞങ്ങൾക്ക് നൽകിയതിനായി സ്തോത്രം. കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഞങ്ങളെ പരിപാലിച്ചതിനായി സ്തോത്രം. ഇന്ന് ഞങ്ങൾ താഴ്മയോടുകൂടി നിന്റെ പാദപീഠത്തിലേക്ക് അടുത്തു വരുന്നു. സകല മാനവും മഹത്വവും നിന്റെ പാദപീഠത്തിൽ അർപ്പിക്കുന്നു. ആരാധനയ്ക്ക് അങ്ങ് മാത്രം യോഗ്യൻ. കർത്താവേ, ഇന്നത്തെ ആരാധന ഏറ്റവും സുഗ്രാഹ്യമായി തീരുവാൻ സഹായിക്കണം. കർത്താവെ, ദൈവജനം ഒരുമിച്ച് കൂടുമ്പോൾ കർത്താവെ, ആത്മാർത്ഥതയിലും സ്നേഹത്തിലും ഏകമനസ്സോടുകൂടി കർത്താവെ നിന്നെ ആരാധിക്കുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ഒരാഴ്ചക്കാലത്ത് ജീവിതത്തിൽ വന്നുപോയ കുറവുകളൊക്കെ ക്ഷമിച്ചു തരണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു കർത്താവിന്റെ ധന്യനാമത്തിൽ തന്നെ ആമേൻ.